നമസ്കാരം. ഷഹീദ് അലി എൻ്റെ ചാനലാണ്. ഇത് എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വെള്ളക്കട്ട അടിച്ചമർത്തുക, മലയാളത്തിലൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ ആർസിഎമ്മിൻ്റെ പരിപാടിക്ക് പോവാണ്. അടുത്ത സ്ഥലങ്ങളൊക്കെ നല്ല നല്ല വീഡിയോസ് ഉണ്ട്. നല്ല അടുത്തൊരു മാങ്കാവാണ്. നല്ല വീഡിയോസൊക്കെ എടുത്ത് വിടുന്നതിൽ ചിലപ്പോൾ അത് വൈകുന്നേരമായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. ഒക്കെ എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം വൈകുന്നേരം കാണാം. ഓക്കെ. നടക്കാവിലൊക്കെ അവസ്ഥയാണ്. കഴിഞ്ഞ പാട്ടൊക്കെ ഉണ്ടായ അവസ്ഥ നാളെപ്പറ്റി കാണുന്നുണ്ട്. വീടൊക്കെ കണ്ടിട്ട് എടുക്കുന്നുണ്ട്. എന്നെ ജയ്സിംഗ് സാർ നിർബന്ധിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. പലതവണ വേണ്ട എന്ന് വിചാരിച്ചാൽ ഒഴിവാക്കിയായിരുന്നു. ഭക്ഷണം കഴിക്കാമെന്ന് മാത്രം തീരുമാനിച്ചായിരുന്നു ഞാൻ. പിന്നീട് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി എനിക്കും എൻ്റെ കുടുംബത്തിനും അതേപോലെ ഇതിൽ വന്നു ചേരുന്ന എല്ലാവരിലേക്കും ഈ ഒരു നന്മ എത്തിക്കാനുള്ളൊരു ഉറച്ച തീരുമാനം എടുക്കുകയായിരുന്നു. രണ്ട് കുട്ടികളാണ് എനിക്ക്. ഒന്ന് മൂത്തയാൾ MBBS പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 7ാം ക്ലാസ്. ഭാര്യയോടും ഒരുപാട് തവണ പറഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഭാര്യ കടന്നു വന്നത്. മുളകും മല്ലിയും ഒക്കെ വാങ്ങി കൊടുപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു എൻ്റെ ഭാര്യ ശിവമാണ്. പിന്നീട് ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇപ്പൊ അതില്ലാതെ ഒരു ജീവിതമുണ്ട്. ആർസിഎമ്മിലുള്ളതെല്ലാം ഉപയോഗിക്കുന്നു. കഴിഞ്ഞതിന് ശേഷമുള്ള സാധനങ്ങൾ മാത്രം പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കും. എന്തായാലും നമുക്ക് ഈ ഒരു എല്ലാ മാസവും 1-ാം തീയതി നടത്തുന്ന ഈ ഒരു അച്ചീവേഴ്സ്
സ്വഭാവമാക്കി മാറ്റണം. ഞാൻ വിനോദത്തോട് പറഞ്ഞിരുന്നു, ഞാൻ ഒരു 10 ആളെങ്കിലുമായിട്ട് ഞാൻ 1-ാം തീയതി വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഏകദേശം ഒരു 5-6 പേരോട് എത്തി. ഇനി ഒരു 7 ആൾ പോലെ പുറത്ത് നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതായിരിക്കണം നമ്മൾ ഇത് വാങ്ങി ഉപയോഗിക്കുക, ഒരാളോടെങ്കിലും നന്മ പറഞ്ഞു കൊടുക്കുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എൻ്റെ കർത്തവ്യത്തിലേക്ക് നടത്താൻ ഞാൻ എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ ഒരു നന്മയിലേക്ക് എത്തിപ്പെട്ട എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിലുപരി എന്നെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന ജയസിംഗ് സാർ, നമ്മുടെ അമരക്കാരനായ അല്ലെങ്കിൽ നമ്മുടെ നെടുന്തൂണ്, നമ്മുടെ ടീമിന്റെ നെടുന്തൂണായ വിനോദ് സാർ, ഗംഗാധര സാർ, മറ്റ് എല്ലാ ലീഡേഴ്സിനെയും ഞാൻ ഈ ഒരു വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ എന്ത് തിരക്ക് ഉണ്ടെങ്കിലും നമ്മുടെ വിശിഷ്ടാതിഥി മൂർത്തി സാറുടെ ഇന്ന് മൂർത്തി സാർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് മാത്രമേ നമ്മൾ പോകാവുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു സെഷനൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പുണ്യമായി നാം കണക്കാക്കണം. അപ്പൊ അതും നാം കേൾക്കാതെ പോകരുത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഒരു റോൾ കൈകാര്യം ചെയ്യാൻ, MC റോൾ കൈകാര്യം ചെയ്യാൻ ഞാൻ വിനോദ് സാറിന്റെ പത്നി അനുഭവം പ്രദർശിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. 21-ാം തീയതി ഈ വർഷം ഉണ്ടോ? ഇല്ല. ഈ വർഷം 2024 1-ാം തീയതി ഇല്ല. അതോടൊപ്പം തന്നെ നമ്മള് ഏറ്റവും അധികം തീരുമാനങ്ങൾ എടുക്കുന്ന മാസമാണ് ഡിസംബർ മാസം. കഴിഞ്ഞ ഡിസംബറിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തില്ലായിരുന്നു അല്ലേ? 2024 ഞാൻ പൊളിക്കും എടുത്തില്ലേ? ഡിസംബർ 1 മുതൽ തന്നെ തയ്യാറെടുപ്പ് ആരംഭിച്ചു. ഡിസംബർ 31 നമ്മൾ പ്രഖ്യാപിച്ചു. ജനുവരി 1 മുതൽ നമ്മൾ നന്നായി. 2024 ജനുവരി 1 മുതൽ നന്നായി. പക്ഷേ ഡിസംബർ എത്തി നമ്മൾ വീണ്ടും നന്നായോ? പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സമയമില്ല. 2023 എന്തായാലും ചെയ്ത് നമുക്ക് 2024 ലാസ്റ്റ് 1-ാം തീയതിക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് വിനോദ്, കോഴിക്കോട് കുന്നോളാണ് സ്വദേശം. ആസിന്റെ ഫാമിലി ബിസിനസ് ആണ്. തീർച്ചയായിട്ടും എന്റെ വൈഫ് എന്നെ സ്വാഗതം ചെയ്തു. ഇതിനാണ് ഏറ്റവും വലിയ തെളിവില്ലേ, ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ബിസിനസ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ആസ്യം മാത്രമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരേ ഒരു ഇൻകം സോഴ്സ്. വേറെ ഒരു സോഴ്സും വരുമാനമില്ല. പറമ്പോ തേങ്ങയോ അടക്കിയോ ഒന്നുമില്ല. ഒരു 15 വർഷക്കാലം കോഴിക്കോട് പ്രശസ്തമായ ഹോസ്പിറ്റലായിരുന്നു ആശ്രമ ഹോസ്പിറ്റലിൽ. അവിടെ മെഡിക്കൽ സെക്രട്ടറി ആയിരുന്നു. ജീവിച്ചു പോകാൻ തക്ക വരുമാനമുള്ള ജോലിയായിരുന്നു. കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. വൈഫ് ടീച്ചറായിരുന്നു. 1-ാം ക്ലാസ്സിൽ സ്കൂളിലെ. എന്തുകൊണ്ട് അതെല്ലാം വിട്ടിട്ട് ആശയം ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ, നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നതോറും ചിന്തിക്കുന്ന വ്യക്തികൾക്ക്, ജീവിതത്തെ പറ്റി ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ടെൻഷനാണ്. ചിന്തിക്കാത്തവർക്ക് കുഴപ്പമില്ല അല്ലേ? ടെൻഷനാണ്. പല തരമുള്ള കാര്യങ്ങളാണ് ടെൻഷനാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലൊരു ലേഖനം ഉണ്ടായിരുന്നു. ഞാൻ കോപ്പി എടുക്കാൻ മറന്നുപോയി. ഞാനത് ഡിസ്കസ് ചെയ്ത നേരമായിരുന്നു. കേരളത്തിലെ ആളുകളുടെ സാമ്പത്തിക അച്ചടക്കത്തെ പറ്റി, സമ്പാദ്യശീലത്തെ പറ്റി ഒക്കെ വ്യക്തമായ കാഴ്ച ലേഖനമായിരുന്നു. കുറെ ആൾക്കാർ വായിച്ചതോ? മാതൃഭൂമിയിലെ. നമുക്ക് ലോകത്തിലെ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ആളുടെ സമ്പാദ്യം വളരെ കുറവാണ്. നമുക്ക് നല്ലൊരു ശതമാനം EMI അടയ്ക്കാനേ ഉള്ളൂ. ശമ്പളം വാങ്ങുന്ന വ്യക്തികൾക്ക് നല്ല ശതമാനം EMI അടയ്ക്കാനേ കിട്ടുള്ളൂ. ലോൺ അടച്ച് കേരളത്തിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ നമ്മളെ പോലുള്ള വലിയ വലിയ വീടുകളൊന്നും ഇവിടെ ഇല്ല. നമ്മള് വീടുകളും ആഡംബരവും അതൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനകത്ത് മാറി ജീവിതമില്ല അല്ലേ? മൊബൈൽ ഫോൺ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, കണ്ണിന് പ്രശ്നമുണ്ട്, റേഡിയേഷൻ ഉണ്ട്. പക്ഷെ ഇത് മാറിക്കാൻ കഴിയും. മാറിയൊന്നും ജീവിതമില്ല. നമുക്ക് ഇതിനകത്ത് എങ്ങനെ മാറ്റം ഉണ്ടാക്കാം? നമ്മളൊരു 2025 പ്ലാൻ ചെയ്യുമ്പോൾ 2025 ഒരുപാട് പ്രത്യേകത. 2025 ഏറ്റവും പ്രത്യേകത അല്ലേ? 2025 പ്രത്യേകത തന്നെയാണ്. ആസിന്റെ വലിയ പ്രത്യേകതയുണ്ട്. ആസിന്റെ സിൽവർ ജൂബിലി ഇയർ ആണ്. ആസിയം ആരംഭിച്ചിട്ട് 25 വർഷമാവും. നിങ്ങൾ ആലോചിക്കോ, നമ്മള് എന്നാണ് ലൈഫിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ദിവസം? ഓർമ്മയുണ്ടോ? നമ്മൾ എന്തോ കാത്തിരിക്കുക. കഴിഞ്ഞ 5 വർഷം 2025 പ്രത്യേകത ഞാൻ പറഞ്ഞ 2020 നിങ്ങളെടുത്ത സ്വപ്നങ്ങൾ നോക്കി. സ്വപ്നങ്ങളിൽ കാണാത്ത തീരുമാനങ്ങൾ എടുക്കാത്ത വ്യക്തികളാരില്ല. 2020 നമ്മൾ പല സ്വപ്നങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്വപ്നം എപ്പോഴും സ്വപ്നം എടുക്കണം. നമ്മൾ 1 വർഷം, 5 വർഷം, 10 വർഷം കാലങ്ങൾ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ വരും. അപ്പൊ നമ്മൾ എടുത്ത തീരുമാനങ്ങളിൽ 2025 ഒരു വർഷം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ലൈഫിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന് പറഞ്ഞിരുന്നോ? ഓർമ്മയുണ്ടോ?
ആർസിബിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ 5 വർഷം മുമ്പ് ഇവിടെ സജീവമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞ വർത്താനം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട് 2025 ഞാൻ ആർസിബിന്റെ ഡയമണ്ട് ആയിരിക്കും. ഓർമ്മയുണ്ടോ? ഉണ്ടോ? 2025 ആയി. 2025 ആയി. ഡയമണ്ട് ആയോ? ലൈഫിൽ സ്വപ്നം നേടിയോ? ചോദിക്കുന്നത് അവനവനാണ് ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു 5 വർഷത്തിനപ്പുറം നമ്മൾ സ്വപ്നം കാണുക 2025 ചിന്തിക്കുകയാണെങ്കിൽ 2030 ലൈഫിൽ ഞാൻ നേടാത്തൊന്നും ഉണ്ടാവാൻ ചിന്തിക്കുകയാണെങ്കിൽ ഇനിയും കാലങ്ങൾ കടന്നു പോകും. സൂര്യൻ അസ്തമിക്കും. 1-ാം തീയതി ആവും, 30-ാം തീയതി ആവും, ജനുവരി ആവും, ഡിസംബർ ആവും. കാലങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ലൈഫിൽ മാറ്റം വേണമെങ്കിൽ എന്ത് വേണം? ലൈഫിൽ മാറ്റം വേണമെങ്കിൽ തീരുമാനങ്ങൾ വേണം. തീരുമാനം എടുക്കണം. മറ്റു ജീവികൾക്കും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവാണ്. ശരിയല്ലേ? നെക്സ്റ്റ് ഒരു 5 years 2025 നമ്മുടെ മുമ്പിൽ 5 വർഷം നമ്മൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ 2030 ആകുമ്പോഴേക്കും നിങ്ങളുടെ കുടുംബത്തിൽ ആവശ്യം വരുന്ന ചെലവുകളെ ഒന്ന് എഴുതി വെക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ഫാമിലിയിൽ വരാൻ സാധ്യതയുള്ള ചെലവുകൾ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്? വീട്ടിലാത്തവർക്ക് വീടിന്റെ ആവശ്യമുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം അല്ലെ? പഠിക്കുന്ന മക്കള് ചെറിയ ക്ലാസ്സിലാണെങ്കിൽ പോലും അങ്ങോട്ട് ഹയർ സ്റ്റഡീസും ഡിഗ്രിക്ക് സമയത്ത് എക്സ്പെൻസീവ് ആണ്. മക്കളുടെ വിദ്യാഭ്യാസം നമ്മുടെ ഡെയിലി ചെലവ് ഞാൻ കൂട്ടുന്നില്ല, അല്ലാതെ കണക്കൂട്ടുന്നില്ല. കണക്കൂട്ടി നമുക്ക് ബോധപ്പെടും. വാഹനം ഒരു ആഡംബരമല്ല, അത്യാവശ്യമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ഒരു ശരാശരിക്കാരന് പോലും ഞാൻ പലപ്പോഴും നമ്മൾ കണക്കൂട്ടിയിട്ടാണ് ഏറ്റവും ചുരുങ്ങിയത് 1 കോടിക്കടുത്ത് വേണം. 50 ലക്ഷം മേലെ എന്തായാലും വേണം അല്ലേ? ഒരു ആവറേജ് ചെറിയ വീടുണ്ടാക്കാൻ ഒരു 5 ലക്ഷം വേണ്ട. സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലം വാങ്ങി വീടുണ്ടാക്കുകയാണെങ്കിലോ 50 ലക്ഷം മേലെ വരും. വരില്ലേ? കണക്കൂട്ടി വയ്ക്കും. ഏറ്റവും ചുരുങ്ങിയത് 50 ലക്ഷം മുതൽ 1 കോടി വരെ വരുന്നൊരു 5 വർഷത്തിനുള്ളിൽ നമുക്ക് ഒരു ശരാശരിക്കാരന് പോലും ആവശ്യമുണ്ട്. ഇനി രണ്ടാമതാണ്, ഇപ്പൊ നമ്മൾ പ്രസന്റ്ലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളം മറ്റു വീട്ടിലേക്ക് വരുന്ന എല്ലാ ഇൻകം സോഴ്സിനുള്ള ഇൻകം കണക്കൂട്ടിക്കോളൂ. എല്ലാ സോഴ്സിനും കൂടി ഇൻകം കണക്കൂട്ടിയിട്ട് ഒരു 5 വർഷത്തേക്ക് കണക്കൂട്ടാൻ എളുപ്പമാണ് അല്ലെ? ഇപ്പോഴത്തെ വരവ് ചെലവുകൂടെ എളുപ്പമല്ലേ? 5 വർഷം നമുക്ക് കിട്ടാൻ സാധ്യത വരവും കൂടെ ഒന്ന് കണക്കൂട്ടിക്കും. വരവും ചെലവും നിങ്ങളൊന്ന് ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്ന് കുടുംബത്തിൽ അങ്ങനെ കണക്കൂട്ടുകയാണെങ്കിൽ ഞാൻ പറയാം, കിടന്നാൽ ഉറക്കം വരില്ല. എവിടുന്ന് സംഭവിക്കും? എവിടുന്ന് എത്തിക്കും? ഭ്രാന്തായി പോകും. അപ്പൊ എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് പ്രസന്റിൽ നമുക്ക് കിട്ടുന്ന വരുമാനം വർദ്ധിപ്പിക്കാൻ യാതൊരു നിർവാഹമില്ല. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് വരുമാനം വർദ്ധിക്കണമെങ്കിൽ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നിൽ പ്രൊമോഷൻ കിട്ടണം, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് കിട്ടണം. ഇത് രണ്ടും നമ്മുടെ കയ്യിലല്ല, പടച്ചോന്റെ കയ്യിലാണ്. ആരാ പടച്ചോൻ? മാനേജ്മെന്റ്. അതാണ് പടച്ചോൻ. മാനേജ്മെന്റ് തരാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലെ? ആ കാരണങ്ങൾ കൊറോണ, റോഡ് നിരോധനം നടക്കുന്ന പല കാര്യങ്ങളും തരാതിരിക്കാനുള്ള കാരണങ്ങളായിരുന്നു. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? കാലം മുന്നോട്ട് പോകണ്ടേ? ആ ഒരു ചിന്താഗതിയാണ് എന്റെ ജോലി വിടാൻ പ്രേരിപ്പിച്ചത്. ഇത്തരം ക്ലാസ്സുകളിലേക്ക് നമുക്ക് കിട്ടുന്നത് തന്നെയാണ് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു തീരുമാനമെടുക്കാൻ ചിന്തിക്കാനുള്ള അവസരം കിട്ടും. ചിന്തിക്കാനുള്ള അവസരം കിട്ടും. അപ്പൊ എന്താണ് പകരം ഓപ്ഷൻ? എന്താണ് പകരം ഓപ്ഷൻ? ഒരു മലയാളി സമൂഹത്തെ സംബന്ധിച്ചോളം ഞാൻ എന്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും എംപ്ലോയീസാണ്. അച്ഛനും അമ്മയും ഒക്കെ എംപ്ലോയീസാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് എന്നുള്ള വാക്ക് ഞങ്ങളെ നിഘണ്ടുവിലില്ല. നല്ല ശതമാനം നമ്മുടെ മലയാളികളുടെ മനസ്സിലും ബിസിനസ് എന്നുള്ള വാക്ക് നിഘണ്ടുവിലില്ല. തുടങ്ങുകയാണെങ്കിൽ തന്നെയോ ചെറിയ കച്ചവടങ്ങൾ അല്ലെ? ലേഡീസ് ഒക്കെ ഇറങ്ങുന്ന ചെറിയ ബോട്ടിങ്ങുകൾ, അതിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടൊന്നുമില്ല. വലിയ വലിയ ലെവലുകളിലേക്ക് പോകുന്ന കാഴ്ചപ്പാട് നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല. പഠിക്കാൻ നല്ല ജോലി വാങ്ങിക്കുന്നതിന് അപ്പുറം ഒന്നുമില്ല. എന്തിനാ മക്കളെ ഡോക്ടറാക്കാൻ, എഞ്ചിനീയറാക്കാൻ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന? എന്തിനാ പ്രഷർ ചെയ്ത് പഠിപ്പിക്കുന്നു? കാശ് നോക്കുക. എന്താ ഡോക്ടറായി കിട്ടാവുന്ന നേട്ടം? എന്താ? സമൂഹത്തെ സേവിക്കാനാണോ? ഞാൻ ഒരു ഡോക്ടറോട്, നമ്മുടെ സുഹൃത്തായിട്ടുള്ള ജൂനിയർ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടേഴ്സിന് സമൂഹത്തോട് കുറച്ച് കമ്മിറ്റ്മെന്റ് ഇല്ല. സാധാരണ സമയത്ത് തന്നെ തല്ലില്ലെന്നേ ഉള്ളൂ. കമ്മിറ്റ്മെന്റോ? പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് കോടികൾ ചിലവായി. കമ്മിറ്റ്മെന്റ് എങ്ങനെ തിരിച്ചെടുക്കാൻ നോക്കുക. അതായത് ഏറ്റവും അധികം ശമ്പളം കിട്ടുന്ന ജോലിയിലെ മക്കളെ എത്തിക്കാം, മക്കളുടെ ലൈഫ് സേഫ് ആക്കാം. അതിനെ ഉദ്ദേശിച്ചുള്ളൂ അല്ലെ? എന്നല്ലേ പ്രശ്നപ്പെടുന്നത്? നമുക്ക് പണമാണ് വേണ്ടത്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, മക്കളെ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം പണം സമ്പാദിക്കലാണ്. പക്ഷെ പണം സമ്പാദിക്കാനാണ് ഞാൻ ജോലി ചെയ്യുന്നതെന്ന് നിങ്ങളിവിടെ ആരെങ്കിലും തരുന്നുണ്ടോ? ഒന്ന് കൈ നോക്കാമോ? ഞാൻ പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് പറയാനുള്ള ധൈര്യം പോലില്ല. പണം എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ പോലും നമുക്ക് ധൈര്യമില്ല. എന്തോ ഒരു മോശപ്പെട്ട കാര്യമല്ല. ഞാൻ പറഞ്ഞ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പണം എന്നുള്ള വാക്ക് മലയാളിക്ക് ഉച്ചരിക്കാൻ തന്നെ പേടിയാണ്. എന്തോ തെറ്റാണ് പണം ഉണ്ടാക്കല്. ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ രാവിലെ 6-9 മണിക്ക് എനിക്ക് 5 ചെയ്യണം. ഒരു 8-8:15 വീട്ടിൽ നിന്ന് ഇറങ്ങണം.
അങ്ങനെ ഒരു 10-30 മിനിറ്റ് റണ്ണിങ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 5 കറക്റ്റ് ചെയ്തുള്ളൂ. 6 മണിക്ക് ജോലി കഴിഞ്ഞാൽ 6-7 ആവും ചിലപ്പോൾ ഇറങ്ങിയിരുന്നോ. എങ്ങനെയാണെങ്കിലും വീടെത്തിച്ചത് പെട്ടെറിയോ. അതായത് കോമൺലി ഞാൻ നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ ബന്ധുക്കളെ പരിചയക്കാരെന്ന് റെഗുലറായിട്ട് കാണുന്ന ആളല്ലായിരുന്നു പണ്ടും ഇന്നും. അതിന് സാഹചര്യമില്ല. പക്ഷെ അന്ന് ഇതിനെപ്പറ്റി പരാതി ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ജോലിയാണ്, തിരക്കാണ്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ ഇവിടുത്തെ പരാതി എന്താ അറിയോ? നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന ആൾക്കല്ലേ, രണ്ട് സമയമില്ലല്ലോ, നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന ആൾക്കല്ലേ. അപ്പൊ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? നിങ്ങൾക്ക് അനുഭവമില്ല ഇങ്ങനെ അല്ലേ? അപ്പൊ ആസിന് പൈസ കിട്ടുന്ന ആർക്കും പറഞ്ഞിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ പണം ഉണ്ടാക്കലാണ്. പക്ഷെ പണം ഉണ്ടാക്കാനുള്ള ഫോർമുല മാത്രം ആളുകൾ ആരും പറഞ്ഞിട്ടില്ല. പണം ഉണ്ടാക്കാനുള്ള ഫോർമുല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും സ്കൂളിൽ ഏതെങ്കിലും കോളേജിൽ പണം ഉണ്ടാക്കാൻ ലോകത്തിൽ ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ. അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മാൻ പവർ. മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കുക, മാൻ പവർ വർദ്ധിപ്പിക്കുക, അതായത് ജോലി സമയം വർദ്ധിപ്പിക്കുക. ജോലി സമയം വർദ്ധിപ്പിക്കാതെ പണം ഉണ്ടാക്കാൻ കഴിയില്ല. എന്തിനാണ് ഓവർ ടൈം ജോലി ചെയ്യുന്നത്? ഓവർ ടൈം ജോലി എന്തിനാ? എക്സ്ട്രാ വരുമാനം കിട്ടും. ശമ്പളത്തെക്കാളും കൂടുതൽ കുറച്ച് എക്സ്ട്രാ വരുമാനം കിട്ടുന്നതിന് ഓവർ ടൈം ജോലി ചെയ്യുന്നത് അല്ലേ? ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതും ഒരു കൂട്ടം ആൾക്കാർ ജോലി ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നതും നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ കുറെ ആൾക്കാരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്കും തമ്മിൽ വരുമാന വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ ആളുകളെ വെച്ച് ജോലി ചെയ്യിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താ? നമ്മുടെ കയ്യിൽ മുടക്കാൻ കാശില്ല. ഒരു സംരംഭം ആരംഭിച്ചിട്ട് ആളുകളെ വെച്ച് പണിയെടുപ്പിക്കാൻ കാശില്ല. പറമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പറമ്പ് കാട് പിടിച്ചെടുക്കാം. എന്താ കൃഷി ചെയ്യുന്നത്? കൃഷി നഷ്ടമാണ്. ആളുകളെ കൂലിക്ക് വെച്ച് പണിയെടുപ്പിച്ചാലും കൃഷി നടത്തിയാലും വിറ്റാൽ കിട്ടില്ല പൈസ. കണ്ടില്ല കൃഷി നടത്താത്തത് അല്ലേ? അപ്പൊ എന്താ മാർഗം? കാശ് മുടക്കി ആളുകളെ വെക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ പ്രത്യേകത, കാശ് മുടക്കാതെ നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ മാൻ പവർ കിട്ടും ഇഷ്ടം പോലെ. കാശ് മുടക്കാതെ നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ മാൻ പവർ കിട്ടും. അത് എല്ലാ സ്ഥലത്തും കിട്ടും. MIU സഭയിൽ സാധാരണ എംപ്ലോയിയായിട്ട് എടുക്കുകയാളാ. ഇന്ന് MIU സഭയുടെ ഓർഗനൈസേഷനിൽ 2 ലക്ഷം എംപ്ലോയീസ് ഉണ്ട്. 2 ലക്ഷം ആളുകളും 10 മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ MIU സഭയുടെ വർക്കിംഗ് അവേഴ്സ് ഈ റീറ്റെയിൽ ഷോപ്പ് ഉണ്ടാക്കുന്നതാണോ സാധനം? അല്ല. ഈ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് സാധനം എവിടെ കിട്ടുക? റീറ്റെയിൽ ഷോപ്പുകാരൻ ഹോൾസെയിൽ ഷോപ്പ് സാധനം വാങ്ങിക്കും. ഹോൾസെയിൽ ഷോപ്പുകാരനെ വരുന്ന സാധനം എവിടെ ഉണ്ടാക്കുന്ന? എവിടെയോ ഒരു കമ്പനി ഉണ്ടാക്കുന്ന സാധനമാണ്. എവിടെയോ ഉള്ള കമ്പനി. അപ്പൊ നമ്മൾ കോഴിക്കോട് സംസാരിക്കുന്നു. നമ്മൾ വാങ്ങിയ സാധനം പലതും കേരളത്തിന് പുറത്താണ്. ഡൽഹിയിലോ ബോംബെയിലോ കോയമ്പത്തൂരോ കൽക്കട്ട ഹൈദരാബാദിലോ എവിടെ ഉണ്ടാക്കുന്ന സാധനമായിരിക്കും. ഈ കമ്പനി ഉണ്ടാക്കുന്ന സാധനം ഇവിടെ വരെ എത്തണമെങ്കിൽ എന്ത് ചെയ്യും? കമ്പനി ഡയറക്റ്റ് ഇവിടേക്ക് എത്തിക്കില്ല. കമ്പനികൾ CNF ഏജൻസിക്കാണ് പ്രൊഡക്റ്റ് കൊടുക്കുക. CNF ഏജൻസിയുടെ സൂപ്പർ സ്റ്റോക്കിസ്റ്റുകൾ ഉണ്ടാവും. എന്താ സ്റ്റോക്കിസ്റ്റുകൾ ഉണ്ടാവും. പ്ലസ് ഹോൾസെയിലേക്ക് എത്തും. ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പ് വാങ്ങിക്കും. റീറ്റെയിൽ ഷോപ്പ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കും. സാധനം MRP വാങ്ങിക്കും. ഇത് മാത്രമായി നമ്മൾ സാധനം വാങ്ങിക്കോ? ഒരുപാട് ടൂത്ത് പേസ്റ്റുകൾ മാർക്കറ്റിൽ ഏത് ടൂത്ത് പേസ്റ്റ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുക? ഏറ്റവും അധികം പരസ്യം നൽകുന്ന ടൂത്ത് പേസ്റ്റ് അല്ലെ? ഓർമ്മ കാലത്ത് നമ്മൾ കേൾക്കുന്ന പരസ്യമാണ് ദന്തശികൾ ശുപാർശ നമ്പർ 1 ബ്രാൻഡ്. പേര് ബ്രാൻഡ് അറിയാലോ. ഇന്നും തന്നെ പരസ്യമുണ്ട്. എന്തിനാ? എത്ര വർഷമായിട്ടും ആ ബ്രാൻഡ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും പരസ്യം കൊടുക്കുന്നതിനാ? അടുത്ത ആള് പരസ്യം കൊടുത്ത് ഇമ്പ്രൂവ് ആക്കി ആ കച്ചവടം പോകും. അപ്പൊ ഇതിനെ സപ്പോർട്ടീവായിട്ട് അഡ്വർടൈസ്മെന്റ് പ്ലസ് അഡ്വർടൈസ്മെന്റ് പരസ്യം, ഇത്രയും ആളുകൾ കൂടി ചേർന്നാണ് ഒരു ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്, വിതരണ ശൃംഖല എന്ന് പറയും. ഇവിടെ നടക്കുന്ന മണി ഫ്ലോ, പണ കൈമാറ്റം ഒന്ന് പരിശോധിച്ചാൽ ഒരു 100 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചാൽ, റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ, MRP വാങ്ങിച്ചാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 40 രൂപ മതി കമ്പനി. ബാക്കി 60 രൂപ പോകുന്നു. 60 രൂപ ഈ കച്ചവടക്കാർക്കും പരസ്യക്കാർക്കുമായിട്ട് പോകും. ഇത് രണ്ടും ഒഴിവാക്കാത്ത കാര്യമല്ല. ഇത് രണ്ടുമാണ് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർ. ഈ റീറ്റെയിൽ ഷോപ്പുകൾ, ഈ കാണുന്ന ശൃംഖലയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ബിസിനസ്സുകാരും. ഇപ്പൊ നമ്മൾ ജോലിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് ഉറപ്പാണ്. ഒരു ബിസിനസ് ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വിചാരിച്ചാലോ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഒരു ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ശൃംഖലയിലെ ഒരു അംഗമായി മാറിയാലേ നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുള്ളൂ. എവിടെ അംഗമാവാം, ആരാവാം. ഒരു മാനുഫാക്ചറർ ആവാച്ചാലോ ഇൻവെസ്റ്റ്മെന്റ് കോടികളാണ്. വലിയ വലിയ ഏജൻസി ആണെങ്കിൽ കോടികളാണ്. നമുക്ക് സാധാരണക്കാരൻ പറ്റുന്നത് ഒരു റീറ്റെയിൽ ഷോപ്പാണ്. നാട്ടുപുറത്തെ അങ്ങാടിയിൽ പോലും ഒരു റീറ്റെയിൽ ഷോപ്പ് ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ 5 ലക്ഷം വേണം അല്ലെ? 5 മുതൽ 10 ലക്ഷം വരെ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് കഴിയില്ല. നമ്മുടെ ജീവിതം കഴിഞ്ഞു നമ്മൾ സങ്കല്പിക്കുക. ശരിയാണോ പറഞ്ഞത്? ഇവിടെയാണ് ഡയറക്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത. ഇവിടെ ഡയറക്ട് സെല്ലിംഗിലും ഒരു കമ്പനി ഉണ്ട്. ഈ കമ്പനിയുടെ ലക്ഷ്യം ഈ ഉപഭോക്താവാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ലക്ഷ്യം അതിന്റെ ഉപഭോക്താവാണ്. പക്ഷേ കച്ചവടക്കാരെ പരസ്യക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഉൽപ്പന്നം ഡയറക്റ്റ് ആണ് നമ്മൾ എത്തിക്കുന്നത്. പരസ്യവുമില്ല, ഇടത്തട്ടുകാരുമില്ല. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന അതേ പണി ഇവിടെ നമ്മൾ ചെയ്യുന്നു. ഉപഭോക്താവ് ചെയ്യുന്നു. നിങ്ങൾ സാധനം വാങ്ങിച്ചോളൂ, ഉപയോഗിച്ചോളൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പറഞ്ഞു പോകണം. ഇവിടെ കൊടുക്കുന്ന അതേ കാശ് ഇവിടെ. ഇതാണ് ഡയറക്ട് സെല്ലിംഗ്.
ഈ സംവിധാനത്തിലൂടെ ലോകത്തിൽ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, പക്ഷെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. വിലമതിക്കാൻ പറ്റാത്ത ഒരു കാര്യം നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അത് പണമല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പണത്തെക്കാളും മൂല്യമുള്ള ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? ആരെങ്കിലും പറയാമോ? സമയം, ടൈം. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത, പണം കൊടുത്താൽ പോലും വായിക്കാൻ കഴിയാത്ത ആ മൂല്യമുള്ള സമയം ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പോലെ, സമയം ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാ രക്ഷപ്പെടുന്നത് എന്താ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്നൊരു അടങ്ങാനൊരു ആഗ്രഹം കൂടി ഉണ്ടാവും. എനിക്ക് നേടിയേ പറ്റുന്നില്ല. 2020 കണ്ട സ്വപ്നമല്ല, 2020 ഞാൻ പോയിക്കുന്നു പറഞ്ഞ പോലെ അല്ല. 2030 ഞാൻ അതിന്റെ സ്വപ്നം നേടിയെടുക്കുന്ന ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ RCM is an opportunity for you. RCM is an opportunity for you. വലിയ ഓപ്പർച്യൂണിറ്റി. എങ്ങനെ? എന്താണ് RCM? ഡയറക്സിൽ ഒരുപാട് കമ്പനി ഉണ്ട്. കഴിഞ്ഞ ഒരു 10-50 വർഷത്തിലധികം ലോകത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും ലീഗൽ ബിസിനസ് ഡയറക്സിൽ. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഫോളോ ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്, തെറ്റിദ്ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ വലിയ മടിയുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. ഞായറാഴ്ചയാണ്, രാവിലെയാണ്, എണീച്ച് വരണ്ടേ, ഒക്കെ പല മടിയുണ്ടോ? 10 മണി പറഞ്ഞാൽ 10 മണിക്ക് തുടങ്ങുള്ളൂ. ഒക്കെ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു തോന്നലും കാഴ്ചപ്പാടുകളാണ്. അതെല്ലാം നമുക്ക് മാറ്റിവെക്കണം. മാറ്റിവെച്ചാൽ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും വലിയ, ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ട് കമ്പനിയാണ് RCM. ഞാൻ ജസ്റ്റ് RCM ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ എന്തുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുറെ ആൾക്കാർ അറിയുന്ന ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞേ പറ്റൂ. സ്പീഡിൽ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വ്യക്തി, ഇന്ന് കേൾക്കാൻ പോകുന്ന വ്യക്തി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അച്ചീവറാണ്. RCM കൂടെ അദ്ദേഹം ഒരു 8 ലക്ഷം നില വരുമാനം വാങ്ങിക്കുന്നത് മാത്രമല്ല, ഒരു 50,000 നില റെഗുലർ വരുമാനമാകുന്ന ഒരു 100-300 ആളുകൾ അദ്ദേഹത്തിന്റെ ടീമിലുണ്ടെന്ന് സൗത്ത് ഇന്ത്യ. അത്ര വ്യക്തിയെ നമ്മൾ കാണാൻ പോകുന്നു. അഖിലാമ്മയുടെ മുസാദ് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കുന്ന ഒന്ന് കൂടെ നിൽക്കുക. റെഡി അല്ലേ? ഒരു നല്ലൊരു കൈ, നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു കൈ.